ഹലോ. അപ്പോൾ നമ്മൾ കോർലൈനിലെത്തി. അപ്പോൾ ഇവിടെ ഇനി എല്ലാവർക്കും കുറച്ച് നേരം റെസ്റ്റാണ് പരിപാടി. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കളിക്കാനൊക്കെ വെള്ളത്തിൽ കളിക്കാം. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തു. അതിലെൻ്റെ ഫുള്ളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മണിക്കൂറിന് വന്നിട്ട് 300 ബാത്താണ് റേറ്റ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇന്ന് ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എവിടെ കാണണം ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ നമ്മള് പോകുള്ളൂ. വണ്ടി പാർട്ടി ഇറങ്ങി വീഡിയോ എടുക്കി. ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വന്നിറങ്ങിയിട്ടുള്ള ആ ബീച്ചും ആ സൈഡാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വാട്ടർ സ്പോർട്സും ഈ സൈഡിലാണ്. അപ്പുറ സൈഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പോയി നോക്കുമ്പോൾ അറിയാം. വെയിലുണ്ടെങ്കിലും എന്താ പറയുക, നല്ലൊരു കാറ്റ് വീശുന്നുണ്ട്. കടലിൽ നിന്നുള്ള ആ കാറ്റിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് വലിയ ചൂടറിയുന്നില്ല ഇവിടെ. എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും കുറച്ച് റീൽസുകളൊക്കെ എടുക്കാന്നുള്ള പ്ലാനിൽ റീൽസുകൾ ട്രൈ ചെയ്ത് കുറച്ച്. അപ്പോൾ റീൽസിൻ്റെ കുറച്ചൊക്കെ ഈ വീഡിയോയിലും കയറ്റി, ബാക്കിയുള്ളതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് ഇടാം.
അപ്പം അങ്ങനെ ഈ വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് പതുക്കെ ഇനി അടുത്ത സ്ഥലങ്ങൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് ഇറങ്ങാം. ഇവിടുത്തെ ബൈക്ക് തന്നിട്ടുള്ള നമ്പറൊന്നും ഇല്ല. ബൈക്കിന് മുകളിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ നോക്കി വെച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ വണ്ടിയുടെ അടുത്ത് അതേപോലത്തെ ഒരു വണ്ടി തന്നെ വേറെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുമ്പോൾ സ്റ്റിക്കറില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് പോവാം. അങ്ങനെ കുറേ ഇടവഴികളിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലെത്തി. ഇത് വന്നിട്ട് നമ്മൾ വന്നിറങ്ങിയതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ വന്നിട്ട് എന്താ പറയുക, ഒരു പബ്ലിക് സീ സൈഡ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വന്ന് ഇവിടെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കി. ഇവിടെ മണലിലുകൊണ്ട് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഒരു കുട്ടി, ഒരു ഫാമിലി. കുഞ്ഞ് ഐലൻഡാണ്. ഇവിടെ കുറേ അത്യാവശ്യം വീടുകളും കുറച്ച് കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടക്കുക. ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഐലൻഡിലേക്ക് ആരെങ്കിലും വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബൈക്ക് എടുത്ത് കറങ്ങുന്നത് നന്നായിരിക്കും. കാരണം ഒരു ഐലൻഡ് ഫുള്ളായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതേ ഒരു സ്ഥലത്ത് റോഡ് പണിയൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷെ ഒരു റോഡ് മറ്റേ കല്ലൊക്കെ ഇട്ടിട്ട് റോഡ് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് വന്നു ഒന്ന് റീഫ്രഷ് ആവുമെന്ന് വിചാരിച്ചു. അപ്പം ഇനി അടുത്ത 10 മിനിറ്റിലാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടുള്ളത്. അപ്പോൾ ഒന്ന് റീഫ്രഷായി വീണ്ടും ബീച്ച് സൈഡിൽ വന്ന് കുറച്ച് നേരം കാലൊക്കെ നനച്ച് ഇനി നമ്മുടെ ബോട്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് തിരിച്ച് വീണ്ടും പട്ടായയ്ക്ക് പോകാൻ. ലഞ്ച് അവിടെയാണ് നമുക്ക്. അപ്പോൾ തിരിച്ചു പോകാനുള്ള ബോട്ടുകൾ ആൾക്കാരെ നമ്മളത് ലൈനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പതുക്കെ ഈ ലൈൻ ചെന്ന് നേരെ ബോട്ടിലേക്ക് കയറുക.
തിരിച്ചു പോവാം. അങ്ങനെ ഇവിടുത്തെ വാട്ടർ ഫൺ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് അവിടേക്ക് ബോട്ടിൽ കൊണ്ടുപോവാണ്. അതൊരു നല്ല ഇതായിരുന്നു, അടിപൊളി സംഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒരു ചെറിയ വാവ പേടിച്ച് നിൽക്കുകയാണ് കയറാൻ. അപ്പം നമ്മളിത് കോറൽ ഐലൻഡിനോട് വിട പറയാണ്. ഇനി എപ്പോഴെങ്കിലും വരാം, കാണാൻ വീണ്ടും എന്ന പ്രതീക്ഷയോടെ. ഇവിടുന്ന് കറക്റ്റ് 40 മിനിറ്റ് റൈഡ് ഉണ്ടായിരുന്നു തിരിച്ച് പട്ടായ സിറ്റിലേക്ക്, നമ്മൾ കയറിയ സ്ഥലത്തേക്ക്.
ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം ഇവിടുന്ന് ക്യാബ് വിളിച്ചിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ചാണിത്. അപ്പോൾ ലഞ്ച് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ്. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലഞ്ച്. ഇന്നത്തെ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇവിടെ റൂമിലെത്തി തിരിച്ച്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം വൈകിട്ടുള്ള പരിപാടി നോക്കാൻ. അപ്പോൾ അടുത്ത പരിപാടി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.